ഞാൻ ലോൺ എടുത്ത് 4 വീടുകൾ വാങ്ങി. ആ 4 വീടുകൾ വാങ്ങി അതിൽ ഒരെണ്ണം വിറ്റു, 3 ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ വാങ്ങുന്നു? അത് ലോൺ എടുത്ത് വാങ്ങുന്നു. ലോൺ എടുത്ത് വാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ലാഭങ്ങളും നഷ്ടങ്ങളും എന്താണ്? ലോൺ എടുത്തുകൊണ്ടാണോ നമ്മൾ വീട് വാങ്ങേണ്ടത്, അതോ മറ്റെന്തെങ്കിലും കാര്യം ചെയ്തു വാങ്ങണോ? ലോൺ എടുത്താൽ അത് എങ്ങനെ തിരിച്ച് കൃത്യമായിട്ട് അടയ്ക്കാം? എൻ്റെ ഈ 4 ലോൺ എടുത്തിട്ടുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരാള് ഒരു വീടൊക്കെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. അത് ലോൺ എടുത്തും ലോൺ എടുക്കാതെ പണിയുന്നവരും ഉണ്ട്. ചിലര് 2 വീടൊക്കെ പണിയുന്നവരുണ്ട്. പക്ഷേ എന്റെ കേസ് കുറച്ച് ഡിഫറെന്റ് ആയിപ്പോയി. 4 വീടുകൾ അങ്ങനെ വാങ്ങേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പല സിറ്റുവേഷൻസ് ആണ്, പല പേഴ്സണൽ സിറ്റുവേഷൻസ് ആണ്, ചിലപ്പോ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ്. എങ്കിലും ലോൺ എടുത്തുകൊണ്ടായാലും അല്ലെങ്കിലും ഈ റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ വാങ്ങുന്നത് ഒരു ക്യാഷ് ഫ്ലോ എൻഷുർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും നല്ലൊരു മാർഗമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. ഈ ഒരു 4 ലോൺ എടുത്തിട്ടുള്ള അനുഭവവും വീട് എടുത്തിട്ടുള്ള അനുഭവവും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഈ വീഡിയോയിലൂടെ തരാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു 8 ടിപ്പുകൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. അത് വീഡിയോയുടെ ഏകദേശം അവസാന ഭാഗത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തത് എന്നുള്ളത് വീഡിയോയുടെ അവസാനവും പറയുന്നുണ്ട്. ലോൺ എടുത്ത് ഒരു റിയൽ എസ്റ്റേറ്റ് അസറ്റ് വാങ്ങുമ്പോൾ ഭയങ്കര നഷ്ടം നമുക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അതായത് ബാങ്കിൽ നിന്നോ മറ്റുള്ള ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്നോ ഒരു പൈസ കടം വാങ്ങുമ്പോൾ നമ്മൾക്ക് അതിനൊരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഇൻട്രസ്റ്റിന് നമ്മൾ EMI അല്ലെങ്കിൽ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നുള്ള രീതിയിൽ ഓരോ മാസവും ഒരു നിശ്ചിത തുക അടയ്ക്കേണ്ടതായിട്ടും വരും. ആ EMI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അന്ന് വരെ അടയ്ക്കേണ്ട പലിശയും മുതലിലെ ചെറിയൊരു ഭാഗവും എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു തുക നമ്മൾ അടച്ചടച്ച് മുന്നോട്ട് പോകും. ഈ EMIയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും സെയിം ആയിരിക്കും. അതായത് 5000 രൂപയാണ് EMI എങ്കിൽ ലോൺ തുടങ്ങുന്നത് മുതൽ ലോൺ അവസാനിക്കുന്നത് വരെ 5000 രൂപയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ 20 വർഷത്തേക്കുള്ള ഒരു ലോൺ വെറും 8% നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് EMI വരിക 25,093 രൂപയാണ്. ഈ 25,093 രൂപ 20 വർഷം എന്ന് പറഞ്ഞാൽ 240 മാസം അടയ്ക്കണം അല്ലെ? അപ്പൊ ഏകദേശം നമ്മൾ എടുത്തിട്ടുള്ള തുകയുടെ 30 ലക്ഷത്തിന്റെ ഇരട്ടിയിലധികം നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ഒരു ഇരട്ടി എന്നുള്ളൊരു ഫാക്ടർ വരുന്നതും, അല്ലെങ്കിൽ അതിൽ ഇരട്ടിയിലധികം നമ്മൾ അടയ്ക്കണം എന്ന് പറയുന്നതും കൊണ്ടൊക്കെയാണ് പല ആളുകളും ഈ ലോൺ എടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. ലോൺ എടുക്കുന്നത് നല്ലതല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് 30 ലക്ഷം രൂപ എടുത്തിട്ട് 32 ലക്ഷം രൂപ പലിശ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കാലം കഴിയുന്തോറും നമ്മളുടെ മണി വാല്യൂ കുറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു EMI ഇങ്ങനെ അടച്ചടച്ച് പോകുമ്പോൾ, സെയിം EMI അടച്ചടച്ച് പോകുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ആ EMI ബുദ്ധിമുട്ടില്ലാതെ അടച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ നമ്മൾ ഇത്രയധികം കാലം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അടവ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ശമ്പള വരുമാനമോ അല്ലെങ്കിൽ വരുമാനമോ ഉള്ള ആളുകൾക്ക് ലോൺ എടുത്തുകൊണ്ട് വീട് പണിയുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ പറഞ്ഞ പോലെ 30 ലക്ഷം രൂപ 20 വർഷത്തേക്ക് 8% വെച്ച് അടച്ച് കൊണ്ടുപോകുന്ന ഒരു ഹോം ലോൺ 5 വർഷം കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാള്, അതായത് 25,000 രൂപ വെച്ചിട്ട് 60 മാസം അടച്ച് 15 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞിട്ട് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്തപ്പോ ലോണിന്റെ ബാലൻസ് 30 ലക്ഷം രൂപയിൽ നിന്ന് 26 ലക്ഷമായിട്ടേ മാറിയിട്ടുള്ളൂ. അതായത് ഞാൻ ഓൾറെഡി 15 ലക്ഷം രൂപ അടച്ചു, അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ മുതലിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളത് വെറും 4 ലക്ഷം മാത്രമാണ്. ബാക്കി 15 ലക്ഷം അവിടെ പോയി പലിശയിലേക്ക് പോയി.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ ഞെട്ടും അല്ലെ. അങ്ങനെയുള്ള ഞെട്ടൽ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ബാങ്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ വെച്ച് പല രംഗങ്ങളും കാണാറുള്ളത്. ആളുകള് ബാങ്ക് ഓഫീസർമാരോടോ അല്ലെങ്കിൽ ബാങ്ക് എക്സിക്യൂട്ടീവുമാരോടൊക്കെ തർക്കിക്കുന്നതൊക്കെ കാണുന്നത്. ഞാൻ ഈ 5 വർഷം 25,000 രൂപ വെച്ച് 15 ലക്ഷം രൂപ അടച്ചിട്ടും എന്റെ മുതല് 4 ലക്ഷം കുറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് ബാങ്കുകാര് ചെയ്യുന്നൊരു തട്ടിപ്പൊന്നുമല്ല. ബാങ്കുകാർ ചെയ്യുന്നത് എന്താണ്, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ EMI ആയിട്ടാണ് നമ്മളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ മാസം 30 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 30 ലക്ഷത്തിന് ആ ഒരു മാസത്തെ പലിശ അത് ചിലപ്പോ ഒരു 23,000 രൂപയാവും. ബാക്കി വരുന്ന 2,000 മാത്രമേ മുതലിലേക്ക് അടയ്ക്കുള്ളൂ. ബാങ്ക് ഈ 23,000 രൂപ പലിശ പിടിച്ചിട്ട് ബാക്കി 2,000 രൂപ മുതലിലേക്ക് അടയ്ക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ മാസം കഴിയുമ്പോൾ വെറും 2,000 രൂപയെ പ്രിൻസിപ്പലില് കുറവ് വന്നിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോ ഈ ഒരു EMI കാൽക്കുലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആളുകള് ബുദ്ധിമുട്ടിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ലോണിന്റെ ആദ്യ സമയങ്ങളിൽ പ്രിൻസിപ്പലിലേക്ക് പോകുന്ന എമൗണ്ട് അല്ലെങ്കിൽ മുതലിലേക്ക് പോകുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. അത് അടച്ചടച്ചടച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേശ്ശെയായിട്ട് എന്ത് കുറയും, മുതൽ കുറയുകയും അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയും പിന്നെ മുതലിലേക്ക് എടുക്കുന്ന തുക കൂടിക്കൂടി അവസാനം ലോൺ മുതലിലേക്ക് ഓൾമോസ്റ്റ് ഫുൾ പൈസ മുതലിലേക്ക് പോകുന്ന രീതിയിൽ വരുമ്പോഴാണ് ലോൺ ക്ലോസ് ആവുന്നത്. നമ്മളെപ്പോഴും നമ്മൾക്ക് ഒരു ലോൺ ഉണ്ട്, ആ ലോൺ നമ്മൾ പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലോണിന്റെ ആദ്യ ഭാഗത്ത് തന്നെ തിരിച്ചടയ്ക്കുന്നതായിരിക്കും നന്നാവുക. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3ാമത്തെ ഹോം ലോൺ ആയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാറ്റിന്റെ 2018 ഫ്ലാറ്റ് വാങ്ങിയത്. അതിനുശേഷം ഒരു 5-5.5 വർഷം ആകുമ്പോഴേക്കും ആ ലോൺ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോൺ നമ്മൾ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യുക. 10 വർഷമൊക്കെ കഴിഞ്ഞ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ധാരാളം പൈസ ഇൻട്രസ്റ്റിലേക്ക് അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ EMI ആയിട്ട് അടയ്ക്കുക എന്നുള്ളത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് പൈസ കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ 20 വർഷവും ഇത് അടച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. 20 വർഷം എന്നുള്ളത് സാധാരണ നിലയിലാണ് കേട്ടോ. പലരും 20 വർഷത്തിന്റെ ലോൺ വീണ്ടും ഒരു 18 വർഷമോ 10 വർഷമോ ഒക്കെ കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കും, 20 വർഷം ഞാൻ ലോൺ എടുത്തിട്ട് പിന്നെ എന്തിനാ ഞാൻ 10 വർഷം കൂടെ കൂടുതൽ അടയ്ക്കുന്നത്? അവിടെയാണ് നിങ്ങൾ പലരും വേറൊരു തെറ്റ് വരുത്തുന്നത്. ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് കൂട്ടുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. റിസർവ് ബാങ്ക് വായ്പ പരിധി അല്ലെങ്കിൽ വായ്പ ഇൻട്രസ്റ്റ് കൂട്ടി, അതായത് റിപ്പോ റേറ്റ് കൂട്ടി, അതുകൊണ്ട് ലോണുകളെല്ലാം ഇനി കോസ്റ്റ്ലി ആവും എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും പേപ്പറുകളിൽ കണ്ടിട്ടുണ്ടാവും. സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും ഒക്കെ RBI കൂട്ടുമ്പോൾ നമ്മളുടെ ലോണിലും അതിനനുസരിച്ച് വർധനവ് വരും. അപ്പൊ ആ വർധനവ് വന്നു കഴിഞ്ഞാൽ ഇപ്പോ 8% എന്നുള്ളത് 8.25% മാറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാങ്കിന് ആകെയുള്ള ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങളുടെ EMI കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലോണിന്റെ ഡ്യൂറേഷൻ കൂട്ടുക. സാധാരണഗതിയിൽ EMI കൂട്ടുന്നത് ബാങ്കുകൾ പ്രിഫർ ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബാങ്കുകൾ മാക്സിമം ലോണൊക്കെ ആയിരിക്കും മിക്കവാറും കൊടുത്തിട്ടുണ്ടാവും. മാക്സിമം അയാൾക്ക് EMI കിട്ടുന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്താ ചെയ്യുക, അവര് സെയിം EMI നിർത്തിയിട്ട് ഡ്യൂറേഷൻ അങ്ങ് കൂട്ടും. ഇപ്പോ ഒരു 0.25% കൂടിക്കഴിഞ്ഞാൽ ഒരു 8 ഇൻസ്റ്റാൾമെന്റോ അല്ലെങ്കിൽ ഏകദേശം 1 വർഷത്തോളമൊക്കെ നമ്മുടെ ലോണിന്റെ ഇത് കൂടും. ഒരു 3% കൂടിയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. 8% അടുത്ത ലോൺ നിങ്ങൾ ഒരു 11% എന്ന് കരുതുക. അങ്ങനെ ആവുമ്പോ അതിന് മിക്കവാറും ഒരു 40 വർഷമൊക്കെ അല്ലെങ്കിൽ ഒരു 35-40 വർഷമൊക്കെ നിങ്ങൾ ലോൺ അടയ്ക്കേണ്ടതായിട്ട് വരും, സെയിം EMI ആണെങ്കിൽ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബാങ്കുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്
നമ്മളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോൺ അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അത് കൂടാതെ ഈ EMI സെയിം ആയിട്ട് നിർത്തുന്നതിനായിട്ട് ലോണിന്റെ ഡ്യൂറേഷൻ അങ്ങ് കൂട്ടും. ഇപ്പൊ പുതിയൊരു RBI സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് അവര് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നുകിൽ EMI കൂട്ടാനുള്ള റിക്വസ്റ്റ് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂട്ടാനുള്ള റിക്വസ്റ്റ് കൊടുക്കാം. ഇപ്പൊ കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. മുമ്പ് അവർക്ക് തോന്നിയ പോലെ അങ്ങ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുറയ്ക്കലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഇപ്പൊ 8ൽ നിന്ന് 9 ആയി 10 ആയി 11 ആയി കഴിഞ്ഞാൽ ഈ 11 വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ 10.5 ആവും എന്നുള്ളത് നിങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കും. പക്ഷെ മിക്കവാറും കേസിൽ അത് സംഭവിക്കില്ല. നമ്മൾ അങ്ങനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൃത്യമായിട്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴും എത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതും നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ കമ്പയർ ചെയ്യാം. എന്നിട്ട് അത് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ബാങ്കിനെ ചെല്ലുക. അവിടെ നിങ്ങൾ ചെറിയൊരു ഫീസ് ചിലപ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ആ ഫീസ് അടച്ചുകൊണ്ട് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ 8 എന്നുള്ളത് 9, 10, 11 ഒക്കെ ആകുമ്പോൾ നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 20 വർഷത്തിന്റെ ലോൺ 35 വർഷം അടയ്ക്കേണ്ടതായിട്ട് വരും എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് വലിയതിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഇപ്പോ 15% ഉണ്ടായിരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള ഒരു ലോണ് ഇപ്പൊ നാട്ടില് ആ ബാങ്ക് പുതിയതായിട്ട് ലോൺ കൊടുക്കുന്നത് 9% എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 9% മാറാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അത് നേരിട്ട് അവരോട് സംസാരിച്ച് ആ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറാനുള്ള ചെറിയൊരു ഫീസ്, ചിലപ്പോൾ 2000-3000 രൂപ ചിലപ്പോൾ ഫീസ് അടയ്ക്കേണ്ടി വരും. പക്ഷേ ഈ 11% നിന്ന് ഈ ഒരു 9% കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ 6-7 വർഷമൊക്കെ ആയിരിക്കും നമ്മളുടെ ഡ്യൂറേഷൻ കുറയുക. മനസ്സിലായില്ലേ? 10-80 ഇൻസ്റ്റാൾമെന്റുകളൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ചിലപ്പോ ബാങ്കുകാർ പറയും ഞങ്ങള് അത് അങ്ങനെ കുറയ്ക്കാനായിട്ട് സമ്മതിക്കില്ല, അതിനങ്ങനെ പ്രശ്നമുണ്ട്, അത് പ്രശ്നമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മറ്റൊരു ബാങ്കിനെ സമീപിക്കുക. അവര് നിങ്ങളുടെ ലോൺ ടേക്ക് ഓവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടത്തെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബുദ്ധിയുള്ള ബാങ്ക് മാനേജർമാരും കസ്റ്റമർമാരെ പിണക്കില്ല. പ്രത്യേകിച്ച് നല്ല ട്രാക്ക് റെക്കോർഡുള്ള കസ്റ്റമർമാരെ പിണക്കില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ആണ് ഇപ്പോ. അതായത് ആളുകള് ലോൺ എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ, ഇത്രയും വലിയ ലോണുകൾ എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ട്. അപ്പോ നല്ല കസ്റ്റമേഴ്സിനെ കിട്ടാൻ എല്ലാ ബാങ്കുകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ബാങ്കിൽ തന്നെ കൺവേർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ആദ്യത്തെ ലോൺ, അതായത് 2010 ഞാൻ ആദ്യത്തെ വീട് ലോൺ എടുത്ത് വാങ്ങുന്നത്. ആ ലോൺ ഞാൻ ഏകദേശം ഒരു 2018 വരെ തന്നെ അത് ഹോൾഡ് ചെയ്യണ്ടായി. അപ്പൊ 8 വർഷം കഴിഞ്ഞിട്ടാണ് ആ ലോൺ ക്ലോസ് ചെയ്തത്. പക്ഷെ അതിനിടയ്ക്ക് പല സമയങ്ങളിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും ഞാൻ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് വളരെയധികം ലാഭം കിട്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. അപ്പൊ നിങ്ങൾ അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി. എല്ലാവരും ചോദിക്കാറുള്ളത് എന്താന്ന് വെച്ചാൽ, ഫിക്സഡ് റേറ്റ് ലോൺ വേണോ ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ വേണോ എന്നാണ് ചോദിക്കാറുള്ളത്. ഇപ്പോ ഫിക്സഡ് റേറ്റ് ലോണുകൾ കുറവാണ് എന്നുണ്ടെങ്കിലും, ഫിക്സഡ് റേറ്റ് ലോൺ എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ലോൺ എടുക്കുന്ന സമയം മുതൽ അവസാനിക്കുന്ന വരെ ഒരേ റേറ്റ് ആയിരിക്കും. ഈ റിപ്പോ റേറ്റ് കൂടുന്നതിനും കുറയുന്നതിനും ഒന്നും കാര്യമായിട്ടുള്ള എഫക്ട് അതിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഫിക്സഡ് റേറ്റ് ലോൺ, ഈ ഉയർന്നു പോകുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സിനാരിയോയിൽ ഫിക്സഡ് റേറ്റ് ലോൺ നന്നായിരിക്കും. പക്ഷേ ഫിക്സഡ് റേറ്റ് ലോണിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ബാങ്ക് ചാർജ് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ, അതായത് മാറുന്ന ഇൻട്രസ്റ്റ് റേറ്റിന്റെ ആ സമയത്തെ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ 1-2% ഫിക്സഡ് റേറ്റ് ലോണുകൾക്ക് കൂടുതലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മളുടെ ഒരു എക്കണോമിയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകൾ എടുക്കുകയായിരിക്കും നന്നാവുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സിനാരിയോയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 4 ലോണുകൾ എടുത്തു. അതിൽ വാങ്ങിയിട്ടുള്ള ഒരു വീട് വിറ്റു. 2 വീടിന്റെ ലോണുകൾ കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഞാൻ എങ്ങനെയാണ് ക്ലോസ് ചെയ്തതെന്ന് വെച്ചാൽ, ഷെയർ മാർക്കറ്റ് വഴി ചെയ്തിട്ടുള്ള കുറെ ട്രേഡുകൾ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നു. കുറെ ലാഭം കിട്ടിയതിന്റെ ഒരു ലാഭം നമ്മൾ അവിടെ പ്രീപേ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അതുപോലെ ഞാൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, KSFE ചിട്ടികളിൽ 1-2 ചിട്ടികൾ ചേർന്നിട്ട് ആ ചിട്ടികൾ പെട്ടെന്ന് വിളിച്ചെടുത്ത് അത് 2 ലോൺ ക്ലോസ് ചെയ്തു. ഇപ്പൊ ആക്റ്റീവായിട്ട് ആകെ ഒരു ലോണേ ഉള്ളൂ. ആ വീടും മറ്റ് 2 വീടുകളുമാണ്
നമ്മളുടെ ഒരു ക്യാഷ് ഫ്ലോക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതായത് നമുക്കിപ്പോ ഒരു വീട്ടിലല്ലേ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ, ബാക്കി 2 വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്താലും നമ്മൾക്ക് ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ വാങ്ങുന്നത്. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ മാത്രമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തരുത് കേട്ടോ. അതായത് റിയൽ എസ്റ്റേറ്റിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് നമ്മളുടെ മൊത്തമുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പകുതിയിൽ താഴെയാക്കി നിർത്തുന്നത്, അല്ലെങ്കിൽ 1/3 ആക്കി നിർത്തുന്നതായിരിക്കും നന്നാവുക. അതായത് 2 കോടിയുടെ മുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 60 ലക്ഷം രൂപയുടെ ഇത് നമ്മൾക്ക് പാടുള്ളൂ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്റെ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് സമാധാനപരമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, റിയൽ എസ്റ്റേറ്റ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നത് കൃത്യമായിട്ടുള്ള ശമ്പളമുള്ള ആളുകൾക്ക് വളരെ നല്ലൊരു ഏർപ്പാടാണ്. അതിന് മറ്റൊരു റീസൺ കൂടെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഇൻകം ടാക്സിന്റെ ഒരു 3.5 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറവ് കാണിക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഒരു വർഷം ഏകദേശം 1-1.25 ലക്ഷം രൂപ ടാക്സ് തന്നെ ലാഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. അതായത് ഇൻകം ടാക്സിന്റെ 80C സെക്ഷൻ പ്രകാരം 1.5 ലക്ഷവും ഹോം ലോൺ ഇൻട്രസ്റ്റിന്റെ സെക്ഷൻ പ്രകാരം 2 ലക്ഷം രൂപയും നമുക്ക് കുറവ് കാണിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഹോം ലോൺ എടുത്തത് കേട്ടോ. ഞാനൊരു 30% ടാക്സ് ബ്രാക്കറ്റിൽ പെടുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ടാക്സുകൾ ഓരോ മാസവും വളരെയധികം പോകുന്നത് കൊണ്ടും ആ ടാക്സ് ഒന്ന് സേവ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് നമ്മളിത് ചെയ്തത്. പക്ഷെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഭാവിയിൽ നമ്മൾക്ക് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി തരുന്നതിനായിട്ട് പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആയിട്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റിനെ കണക്കാക്കാൻ പറ്റില്ല. അതായത് ഇന്ന് പൈസ ഇട്ടിട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് അതിന് ഡബിൾ ആക്കാൻ ഉള്ള തരത്തിലുള്ള സംവിധാനങ്ങൾ, അതിനെയാണല്ലോ ഗ്രോത്ത് എന്ന് പറയാം. അതിനൊന്നും നമ്മൾക്ക് ഈ റിയൽ എസ്റ്റേറ്റ് അസറ്റ് പറ്റില്ല. പക്ഷെ നമ്മൾക്ക് കുറെ അധികം സമയത്തേക്ക് നമുക്കൊരു ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ, ഓരോ മാസവും നമ്മളുടെ കയ്യിലേക്ക് ഒരു അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ ഒരു പാസീവ് കൈൻഡ് ഓഫ് ഇൻകം ഉണ്ടാക്കുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ കടങ്ങൾ എപ്പോഴും കൺട്രോളിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പുതിയൊരു ലോൺ എടുക്കുന്നതിന് മുൻപായിട്ട് പ്രധാനമായിട്ടും മറ്റുള്ള ലോണുകൾ ക്ലോസ് ചെയ്യുക, സെറ്റിൽ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ അത് ഇതുവരെയും നടന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോ എന്തുണ്ടായത്, ഈ ഒരു ലോൺ മാത്രമായിട്ട് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ലോൺ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ കടം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അധികം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ വിറ്റ വീട് ഒഴികെ ബാക്കി 3 വീടും ലോണിലാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടുന്ന പൈസയുടെ 3/4 ഭാഗം ചിലപ്പോൾ ലോൺ അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. എപ്പോഴും നിങ്ങളുടെ EMI പോകുന്നത്, ഓരോ മാസത്തെയും EMI പോകുന്നത് നമ്മളുടെ സാലറിയുടെ ഒരു 20% താഴെയൊക്കെ ആയിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 1 ലക്ഷം രൂപ കിട്ടുന്ന ആൾക്ക് ഒരു 20,000 രൂപ വരെയൊക്കെയുള്ള EMI ഒക്കെയാണ് നന്നാവുക എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. ഇത് മാത്രമല്ലല്ലോ നമ്മൾക്ക് വേണ്ടത്. അതായത് EMI അടയ്ക്കുക, നമ്മൾ ജീവിത ചെലവ് നടത്തുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളും കൂടെ വേണ്ടേ. അതായത് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും കടപ്പത്രങ്ങളിലും ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ. എന്നാലല്ലേ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയും നല്ല ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ SIP-കളെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, സ്റ്റോക്കുകളിലെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതെല്ലാം ഇൻഷുർ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ അഡീഷണൽ ആയിട്ട് കൂടുതൽ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് അസറ്റുകൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ഇതോടൊപ്പം തന്നെ വേണ്ട 2 കാര്യമാണ് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. നമ്മൾ വീട്ടിലുള്ള ഏർണിംഗ് മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെ പേരിലും ടേം ഇൻഷുറൻസ് ഉണ്ടാവണം. അത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം സ്റ്റോപ്പ് ആവും അല്ലെ. ആ ഇൻകം സ്റ്റോപ്പ് ആവുന്നത് നമ്മുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ ബാധിക്കാതിരിക്കാനായിട്ട് വീട്ടിലെ ജോലിയുള്ള എല്ലാവരും ടേം ഇൻഷുറൻസ് വഴി കവേർഡ് ആയിരിക്കണം എന്നതാണ്. ടേം ഇൻഷുറൻസ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം എന്താ, ടേം ഇൻഷുറൻസിന് ചെറിയൊരു പ്രീമിയം അടച്ചിട്ട് വലിയൊരു കവറേജ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് മാത്രമല്ല, മറ്റൊരു ഇൻഷുറൻസ് വേണ്ടത് എന്താ, ഹെൽത്ത് ഇൻഷുറൻസും വേണം. ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനാ, നമ്മുടെ ഫാമിലിയെ മൊത്തം കവർ ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ഹെൽത്ത് ഇവന്റ്സ് നമുക്ക് പൈസ ഇല്ലാതെ തന്നെ അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ചെയ്തത്. പക്ഷെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ ലോൺ എടുക്കുമ്പോഴും ലോൺ എടുത്തു കഴിഞ്ഞിട്ടും ലോൺ എടുക്കുന്നതിന് മുൻപും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ലോൺ നിങ്ങൾ എടുക്കാൻ പോകുന്നതിന് മുൻപ് ഏറ്റവും കുറഞ്ഞ പ്രോസസിങ് ഫീസ് ഉള്ള, ഏറ്റവും കുറഞ്ഞ ലീഗൽ ഫീസ് ഉള്ള, ഏറ്റവും കുറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് ഉള്ള സ്ഥാപനങ്ങളെ സമീപിക്കുക. എല്ലാവരും കോമ്പറ്റീറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായ ഒരു സിനാരിയോ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഇതുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും. കാരണം എന്താ, എല്ലാവരും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ആളുകളെ സർവീസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കി കമ്പയർ ചെയ്ത് മാത്രം ഒരു ലോൺ എടുക്കാനായിട്ട് തുടങ്ങുക. ഈ ലോൺ നമ്മൾ എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് മിക്കവാറും ഈ ബാങ്ക് പറയും ഇതിന്റെ ഒപ്പം നിങ്ങൾ ഒരു ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് എടുക്കണം എന്ന് പറയും. ഈ ലോൺ ഉള്ള ആളുകൾക്ക് ഇൻഷുറൻസ് വേണം എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, അവർക്ക് ഈ ലോൺ എടുത്ത ആൾ മരിച്ചു പോയാലും അവരുടെ ലോൺ ബുദ്ധിമുട്ടില്ലാതെ ക്ലോസ് ആക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതിന് പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഒരു ടേം ഇൻഷുറൻസ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് പറയുന്ന ഒരു ഇൻഷുറൻസ് എടുക്കണമെന്നില്ല. അതായത് പ്രോപ്പർട്ടിയുടെ ഒപ്പമുള്ള അല്ലെങ്കിൽ ലോൺ എടുക്കുമ്പോൾ അവർ പറയുന്ന ഇൻഷുറൻസ് എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്തിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ചെയ്ത് അത് ഒഴിവാക്കി എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മളായാലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയാൽ ചില അർജൻസികളുടെ കാര്യം, ചില ഡേറ്റുകളുടെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് കണ്ണടയ്ക്കും. പക്ഷെ തുടർന്ന് ആ നഷ്ടം ഇല്ലാതെ ആക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് എന്തെങ്കിലും ഡയറക്ഷൻ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാക്കാം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ലോൺ എടുത്തു കഴിഞ്ഞാലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതും കുറയുന്നതും എപ്പോഴും ശ്രദ്ധിച്ചിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് വല്ലാണ്ട് അങ്ങ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റും ഇപ്പൊ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റും വലിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറയ്ക്കാനുള്ള സംവിധാനം ചെയ്യാനാണ് ഈ റേറ്റുകൾ എപ്പോഴും നോക്കണം എന്ന് പറയുന്നത്. അങ്ങനെ റേറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിനെ സമീപിച്ചിട്ട് പറയുക നിങ്ങൾക്ക് ലോണിന്റെ റേറ്റ് റീസെറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ റിക്വസ്റ്റ് കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ റീസെറ്റ് ചെയ്യുമ്പോൾ ലോണിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ലോണിന്റെ കാലാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവർ പറയും EMI കുറയ്ക്കണോ കാലാവധി കുറയ്ക്കണോ എന്ന് ചോദിക്കും. EMI കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMI ഓരോ മാസം കഴിയുമ്പോഴും കുറയുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് നമുക്ക് അത്ര ഗുണം ചെയ്യില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി ഇത്ര EMI അടയ്ക്കാം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ 500 രൂപ കുറഞ്ഞാലും അത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ ആ 500 രൂപ പാഴായി പോവുള്ളൂ. അതേസമയം തന്നെ ഈ 500 രൂപ കുറയ്ക്കുന്നതിന് പകരം ഒരു 7 ഇൻസ്റ്റാൾമെന്റ്സ് കുറയ്ക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓവർ ദ ലോങ് റൺ നമുക്ക് ഒരു അരവർഷം നമ്മളെ ലോൺ മുമ്പ് ക്ലോസ് ആവുകയും അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് നമ്മൾ കുറവ് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഡ്യൂറേഷൻ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. EMI എന്തായാലും കൃത്യമായിട്ട് അടയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് ഫോളോ ചെയ്യേണ്ട ടിപ്പ്. അതായത് കൃത്യമായിട്ട് ഉള്ള ഡിഡക്ഷൻസ് വരുന്ന അന്ന് നമ്മളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കുക. അത് ഓട്ടോമാറ്റിക് ഡിഡക്ഷൻ ആയിരിക്കും മിക്കവാറും വരിക. അപ്പൊ അത് വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് പൈസ ഉണ്ടായിരിക്കുക. 1-2 തവണ ബാങ്കുകൾ നമ്മളുടെ EMI ഡിഡക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനുശേഷം ആയില്ലെങ്കിലാണ് നിങ്ങൾക്ക് മെയിലും മെസ്സേജും ഒക്കെ വരിക. അതിന് ഓവർ ഡ്യൂ ഫൈൻ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ സിബിൽ സ്കോറിനെ അത് എഫക്ട് ചെയ്യും. 2-3 തവണ ഇൻസ്റ്റാൾമെന്റുകൾ മുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫർദർ ലീഗൽ ആക്ഷൻസിലേക്കും കൂടുതൽ ചെലവുകളിലേക്കും പോകും. അതുകൊണ്ട് തന്നെ EMI കൃത്യമായിട്ട് എന്ത് കാരണം ഉണ്ടെങ്കിലും EMI അടച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, EMI മാത്രം അടച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 വർഷത്തിന് എടുത്തിട്ടുള്ള ലോൺ ചിലപ്പോൾ 30-35 വർഷമൊക്കെ എടുത്ത് അടയ്ക്കേണ്ടതായിട്ട് വരും. എന്താ, ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് നോക്കാത്തതുകൊണ്ടേ. അപ്പോ EMI അടയ്ക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ബോണസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിട്ടി കിട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പാർട്ട് പേയ്മെന്റ് നടത്തുന്നതിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഓരോ വർഷം നിങ്ങൾക്കൊരു ഇൻക്രിമെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്, സാലറിയിൽ ഇൻക്രിമെന്റ് ഒക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ മാസത്തെ EMI എമൗണ്ട് കൂട്ടാം. മനസ്സിലായോ? അതായത് ഇപ്പോ നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപയാണ് ശമ്പളം. അത് ആ സമയത്ത് നിങ്ങൾ ഒരു 20,000 രൂപയുടെ EMI അടയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
1,10,000 നിങ്ങളുടെ ശമ്പളം വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 25,000 രൂപയായിട്ട് നമ്മുടെ EMI വർദ്ധിപ്പിക്കാം. അത് നിങ്ങളുടെ ലോണിന്റെ ചിലപ്പോൾ 1-2 വർഷങ്ങൾ നിങ്ങളെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു 8 ടിപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലോണിനെ വളരെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ കാര്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ ഇതുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.